ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പനമ്പള്ളിയുടെ സ്വന്തം ഡെയ്സി ഡംപ്ലിങ്സിലാണ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പിങ്ക് പാന്തർ ഒരു അവക്കാഡോ ഷേക്കിൻ്റെ ആൻഡ് ഒരു ഡെയ്സി ഷോർട്ട്സാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഡെയ്സി ഷോർട്ട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്സാണ് നമുക്ക് വരുന്നത്. ടിപ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അശ്വതി ട്രൈ ചെയ്യാൻ പോകുന്നത് പിങ്ക് പാന്തറാണ്. ഇവിടെ വെറൈറ്റീസ് ഓഫ് മോമോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഷേക്സ് ഉണ്ട്, മോമോസ്, അത് ബോബാസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ. കുറേ റീൽസൊക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പം അശ്വതി ഇന്ന് പിങ്ക് പാന്തർ ട്രൈ ചെയ്യാണ്. അപ്പം അശ്വതിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് നോക്കാം ഗൈസ്, ഇത് അടിപൊളിയാണോ, എന്താണ്, പൈസ പോയോ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അശ്വതി കുറച്ച് കഴിക്കാൻ പോവാണ്. ഓക്കെ, കുഴപ്പമില്ല, ഓക്കെ ഫൈൻ. അപ്പം മുഖത്ത് നോക്കി കുഴപ്പമില്ല, അടിപൊളി. സോ പിങ്ക് പാന്തർ നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മളിനി ഡെയ്സി ഷോർട്ട്സ് ട്രൈ ചെയ്യാൻ പോകണം. ഫസ്റ്റ് സ്പൈസിയാണ് ട്രൈ ചെയ്യുന്നത്. സ്പൈസി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കഴിക്കുമ്പം അടിപൊളിയാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അങ്ങ് എരിയാൻ തുടങ്ങും ഗൈസ്. ഒരു രക്ഷയില്ലാത്ത എരിവാണ് അമ്മ. പിന്നെ ഒരു ഡിപ്പ് ട്രൈ ചെയ്തത് ചീസ് എൻ്റെ ആയിരുന്നു, പക്ക പ്യുവർ ചീസ്. പക്ഷേ അത് അത്ര രസമില്ലായിരുന്നു. ഒരു ഓക്കെ സാധനമായിരുന്നു. അശ്വതിയുടെ കാര്യമായിട്ട് നെക്സ്റ്റ് ഡിപ്പൊക്കെ എടുത്ത് ട്രൈ ചെയ്യുന്നു. അശ്വതിയുടെ എക്സ്പ്രഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് ആക്ച്വലി ആ ചീസ് ചീസിൻ്റെ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പിങ്ക് പാന്തറും അതുപോലെ തന്നെ സ്പൈസിയും കുഴപ്പമില്ലായിരുന്നു, നല്ല എരിവായിരുന്നു. എങ്കിലും ടേസ്റ്റ് വൈസ് അത് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ഒരു 2-3 ഗ്യാങ്സ് ഒക്കെ ആയിട്ട് ഫ്രണ്ട്സായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഡെയ്സി ഷോർട്ട്സ് അതുപോലെ തന്നെ പിങ്ക് പാന്തറും അവക്കാഡോ ഷേക്കും അടിപൊളിയായിരുന്നു. അതിനായി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങി പനമ്പള്ളി വാക്ക് വേ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 100 എബോവ് റേറ്റ് എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ അടിപൊളിയാണ്. പിന്നെ ഒരു ചേച്ചി അവിടെ കുറേ പട്ടിക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും നമ്മൾ കണ്ടപ്പോൾ, അതും ഞാൻ നിങ്ങളുടെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബെല്ലൈക്കനും കൊണ്ടൊന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ. ഓക്കെ, ബൈ.